ഇന്ത്യ മുന്നണി യോഗം ഇന്ന് ഡൽഹിയിൽ. ബംഗാളും തമിഴ്നാടും അടക്കം നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന യോഗത്തിൽ 23 പാർട്ടികൾ പങ്കെടുക്കും. കടുത്ത ഭിന്നതകൾക്കിടയിലാണ് ഡൽഹിയിൽ ഇന്ത്യ സഖ്യം യോഗം ചേരുന്നത്. മുന്നണി മര്യാദ പാലിക്കാതെ കോൺഗ്രസ് തീരുമാനങ്ങൾ എടുത്തു എന്നാണ് DMK, CPM, KJM തുടങ്ങിയ പാർട്ടികളുടെ നിലപാട്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, എന്തായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച ഇന്ന് നിർണായക യോഗമാണ് ചേരാനിരിക്കുന്നത്. 23 ഘടകകക്ഷികൾ അല്ലെങ്കിൽ പാർട്ടികൾ പങ്കെടുക്കുമെന്നാണ് ഇന്ത്യ മുന്നണി അറിയിക്കുന്നത്. അതേസമയം തന്നെ ഈ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനോടുള്ള എതിർപ്പ് മറ്റ് പാർട്ടികൾ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. CPM-നെ സംബന്ധിച്ച് സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കം എത്തിയപ്പോൾ പിണറായി വിജയനെതിരെ നടത്തിയ വിമർശനങ്ങളടക്കം യോഗത്തിൽ ചർച്ചയാകാനല്ലേ സാധ്യത? കാർത്തു, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തികളും അതുപോലെ തന്നെ ഭിന്നതകളുമെല്ലാം പുകയുന്ന അതിനിടയിലാണ് ഇന്ത്യ മുന്നണിയുടെ ഈ നിർണായകമായ യോഗം ഇന്ന് ചേരാൻ പോകുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ ഈ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾക്കെതിരെ വളരെ ശക്തമായ വിമർശനം ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ യോഗത്തിൽ ആരെല്ലാം പങ്കെടുക്കും, ആരെല്ലാം വിട്ടുനിൽക്കും എന്നതിനെക്കുറിച്ചൊക്കെ വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ DMK യോഗത്തിലേക്കില്ല എന്ന് തീർത്ത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം തന്നെ DMK വ്യക്തമാക്കിയതുമാണ്. എന്തു വന്നാലും കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് യോഗത്തിൽ നിന്ന് തങ്ങൾ വിട്ടു നിൽക്കുകയാണ് എന്നത് DMK വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ ഒരുമിച്ച് മത്സരിച്ച്, അതായത് DMK കോൺഗ്രസ് സഖ്യമായി മത്സരിച്ചതിന് ശേഷം TVK-യിലേക്കുള്ള കോൺഗ്രസിൻ്റെ ആ ഒരു പിന്തുണ നൽകിയത് വല്ലാതെ തന്നെ DMK-യെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, തിരഞ്ഞെടുപ്പിനടക്കം ഇത്രമാത്രം TVK-ക്ക് അടക്കം എതിരെ പ്രചാരണം നടത്തിയ ശേഷം രാഹുൽ ഗാന്ധിയും വിജയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവയ്ക്കുന്നതും അതുപോലെ തന്നെ TVK-ക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നതും എല്ലാം തന്നെ DMK-യെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടമാക്കുന്നതിൻ്റെ ഭാഗമായാണ് യോഗത്തിലേക്ക് തങ്ങളില്ല എന്നത് DMK വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം JMM അതുപോലെ തന്നെ CPIM തുടങ്ങിയ പാർട്ടികളുടെ നിലപാട് യോഗത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ്. യോഗത്തിൽ പങ്കെടുക്കുകയും യോഗത്തിൽ ഇതൊരു ചർച്ചയായി കൊണ്ടുവരിക, അതായത് കോൺഗ്രസിൻ്റെ നിലപാടുകൾ അവർ തീരുമാനങ്ങൾ എടുക്കുന്നതും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ മുന്നണിയിലുള്ള ഘടകകക്ഷികളോട് മുന്നണി മര്യാദ പാലിക്കാതെയുള്ള നിലപാടുകളാണ് എടുക്കുന്നത് എന്നുള്ളതും യോഗത്തിൽ തന്നെ ഉന്നയിക്കാനാണ് CPM-ൻ്റെയും JMM-ൻ്റെയും തീരുമാനം. പ്രധാനമായും ഈ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ സാഹചര്യം ചർച്ച ചെയ്യാനാണ് എന്നാണ് യോഗം വിളിച്ചു ചേർക്കുന്നതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നതെങ്കിലും പ്രധാനമായും ചർച്ചയാവുക പശ്ചിമ ബംഗാളിനോടൊപ്പം മറ്റ് തിരഞ്ഞെടുപ്പ് നടന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും തിരിച്ചടികളും അവിടെയെല്ലാം BJP-ക്കുണ്ടായ വളർച്ചയും അതുതന്നെ ആയിരിക്കും എന്തായാലും ചർച്ചയാവുക. കഴിഞ്ഞ ദിവസം ഇന്നലെ, അതായത് AICC വക്താവ് ജയറാം രമേശ് ഇന്ത്യ മുന്നണിയിൽ അത്തരത്തിലുള്ള യാതൊരു ഭിന്നതയുമില്ല, 23 പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കും, യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളവർ ചില അസൗകര്യങ്ങളുണ്ട് എന്ന് മുൻകൂട്ടി അറിയിച്ച പാർട്ടികൾ മാത്രമാണ് യോഗത്തിൽ എത്താതിരിക്കുക. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഭിന്നതയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിണക്കമോ ഇതിനുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ജയറാം രമേശ് അറിയിച്ചിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് മമതാ ബാനർജി ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിയിരുന്നു. പ്രധാനമായും പശ്ചിമ ബംഗാളിൽ പാർട്ടി പല കമ്മിറ്റികളും പിരിച്ചുവിടുകയും ഋതുപത്ര ബാനർജി പ്രതിപക്ഷ നേതാവ് ആവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിലെ സാഹചര്യം കുറച്ച് കഠിനമാണ്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി ഏറെ കാലത്തിന് ശേഷമാണ് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുൻപ് പലപ്പോഴും രാജ്യസഭയിലെ കാര്യങ്ങളടക്കം ലോക്സഭയിലെ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാൻ വിളിച്ച സമയത്തൊന്നും തന്നെ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ യോഗത്തിലൊന്നും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇത്തവണ മമതാ ബാനർജിയും യോഗത്തിന് എത്തുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, മമതാ ബാനർജി, TMC-യുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായ അഭിഷേക് ബാനർജി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, RJD നേതാവ് തേജസ്വി യാദവ്, അതുപോലെ തന്നെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം മേധാവി ഉദ്ധവ് താക്കറെ തുടങ്ങിയവർ ഉൾപ്പെടെ ഈ ഒരു ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. ഇന്ത്യ ജൻബന്ധൻ എന്ന് പറയുന്ന ഈ
പ്രാദേശിക പാർട്ടികളിലെ സഖ്യം അത് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വൈവിധ്യങ്ങളുണ്ട്. അത് പക്ഷേ പ്രാദേശികമായി മാത്രമുള്ള വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ പ്രാദേശികമായ ഭിന്നതകൾ മാത്രമാണ് അത്, അല്ലാതെ മറ്റൊരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതിനുള്ള അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും BJPക്കെതിരായ അല്ലെങ്കിൽ RSS ഭരണകൂടത്തിനെതിരായ യുദ്ധത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടിക്ക് പോലും എതിരഭിപ്രായമില്ല എന്നും ജയറാം രമേശ് പറഞ്ഞിരുന്നു. DMK, ആം ആദ്മി പാർട്ടി തുടങ്ങിയ 2 പേരാണ് ഇപ്പോൾ പങ്കെടുക്കില്ല എന്നുള്ളത് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ TVKയെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കുമോ എന്നുള്ള കാര്യത്തിലും ഒരു ചർച്ച ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ നിലവിൽ തമിഴ്നാട്ടിലെ ഒരു സാഹചര്യം അനുസരിച്ച് TVKയെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കുമ്പോൾ DMK എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കാർത്തു സൂചിപ്പിച്ചതുപോലെ നിലവിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലെ അടക്കം ആഭ്യന്തര തർക്കങ്ങളും ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ വിഷയമാകും എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ എത്തിയതിനു ശേഷം പിണറായി വിജയനെ അടക്കം വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് CPM വലിയ രീതിയിൽ തന്നെ ഈ യോഗത്തിൽ ഒരു വിഷയമാക്കിയെടുക്കും. അതുപോലെ തന്നെ ഡീൽ ആരോപണം, CPIM BJP ഡീൽ ആരോപണം വലിയ രീതിയിൽ അവർ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അപ്പോൾ BJP അല്ലെങ്കിൽ BJP ഗവൺമെന്റിനെതിരായി രൂപീകരിച്ച ഒരു സഖ്യത്തിലെ തന്നെ ഘടകകക്ഷികളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും BJP ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്. അതിനെക്കുറിച്ചും ഒരു വിഷയം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയും യോഗത്തിലുണ്ടാകും. ഈ കോൺഗ്രസിന്റെ ഇത്തരം ആരോപണങ്ങളിൽ CPIM ഇന്ന് യോഗത്തിൽ വിശദീകരണം തേടും. അതുപോലെ തന്നെ ഇത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷ സഖ്യം ഇത്തരം നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഒരു അലയൻസ് അല്ലെങ്കിൽ ഒരു മുന്നണി, ഒരു സഖ്യം എന്നൊക്കെ പറയുമ്പോൾ ആ സഖ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മര്യാദകളുടെ ലംഘനമാണ് അല്ലെങ്കിൽ സഹകരണ മനോഭാവത്തിന് വിരുദ്ധമാണ് എന്ന് കാണിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് നേരത്തെ തന്നെ കത്ത് അയച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഔദ്യോഗിക യോഗം, അതും ഇത്രയധികം ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് നടന്ന പല യോഗങ്ങളിലും പലരും വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു, എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വളരെ വിശാലമായ ഒരു യോഗം തന്നെയാണ് നടക്കാൻ പോകുന്നത്. പ്രതിപക്ഷ സഖ്യത്തിൻ്റെ നീക്കങ്ങൾ, അതുപോലെ തന്നെ വരുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പ്, ഇതിനെയെല്ലാം നേരിടുന്ന കാര്യങ്ങളും ഇന്നത്തെ ഒരു യോഗത്തിൽ ചർച്ചയാകും. പക്ഷേ ഏറ്റവും പ്രധാനമായും ഇന്നത്തെ യോഗം അത് ഏറ്റവും നിർണായകമാകുന്നത് DMKയുടെ വിട്ടുനിൽക്കലും അതുപോലെ തന്നെ JMM-ഉം CPM-ഉം അടക്കമുള്ള പാർട്ടികളുടെ പ്രതിഷേധം അറിയിക്കാനുള്ള ആ ഭിന്നതയെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും അല്ലെങ്കിൽ ആ ഭിന്നതയെ എങ്ങനെ ആയിരിക്കും ഈ യോഗം ഇന്ന് അഭിസംബോധന ചെയ്യുക എന്നുള്ളൊരു കാര്യം കൊണ്ടും തന്നെയാണ് വ്യക്തമാകുന്നത്. ശരി, വ്യക്തമാണ്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.